ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഒരു അൺപ്ലാൻഡ് വീഡിയോ ആണത്. എന്താ പറയുക, നീണ്ടനാൾ ആഗ്രഹം. ഞാനിതിന് മുന്നേ പറഞ്ഞത് നീണ്ടനാൾ ആഗ്രഹത്തിന് ശേഷം ആ സംഭവം നടന്നിരിക്കുന്നു. സംഭവം എത്തി. ഞാനിപ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് പോവാം. അവർ വിളിച്ചു. ഇന്ന് ആക്ച്വലി ഫ്രൈഡേ ആണ്. തേഴ്സ്ഡേ ആയിരുന്നു, ഇന്നലെ ആയിരുന്നു അവർ കാണിച്ച ഡെലിവറി. പിന്നെ അവർ റീസ്കെഡ്യൂൾ ചെയ്ത് വെനസ്ഡേ ആണ് ആദ്യം കാണിച്ചു, പിന്നെ തേഴ്സ്ഡേ ആയി, പിന്നെ റീസ്കെഡ്യൂൾ ചെയ്ത് സാറ്റർഡേ ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ്റർഡേയിൽ പറഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പോൾ ദേ വിളിച്ചു, സാധനം ഉണ്ടെന്ന്. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം. സോ സാധനം കിട്ടിയിട്ട് കാണാം. വന്നു You can keep it there. I will keep it inside. This side? Yeah, I can keep it down. Thank you. Thanks, sir. Thank you. Guys, സാധനം വന്നു guys. കസ്റ്റംസ് ചാർജ് ഉണ്ടായിരുന്നു, അതെല്ലാം പേ ചെയ്ത്. ഞാൻ വണ്ടിക്കകത്ത് വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. ആക്ച്വലി പാരറ്റിലായിരുന്നു വന്നത്, വണ്ടിക്കകത്ത് കയറത്തില്ലല്ലോ. അപ്പം സീരിയസ്ലി ഐ എം സോ എക്സൈറ്റഡ്. ഓയോ ബോയ്, കർത്താവേ. ഞാൻ ഇമാതിരി എക്സൈറ്റഡ് ആയത് അളിയൻ വണ്ടി എടുത്തപ്പോൾ. അതിനനുസരിച്ച് ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. എനിക്കാണെങ്കിൽ ഇട്ടിപ്പോൾ എല്ലാം പൊളിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഇത്. യെസ്, ഇനി അൺബോക്സിങ്. ലെറ്റ്സ് ഗോ. ഈ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനിൽ മേടിച്ചത്. കാരണം ഈ സംഭവം ഇവിടെ ലോക്കലി അവൈലബിൾ അല്ല. പിന്നെ ലോക്കലി മേടിക്കണമെങ്കിലും നല്ല എക്സ്പെൻസീവ്, അറൗണ്ട് 12,000 റിയൽ അടുത്ത് വരുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഇവിടെ ലോക്കലി മേടിക്കുകയാണെങ്കിൽ. ഈ സംഭവം എനിക്ക് ഇതിൻ്റെ കൂടെ എല്ലാം ഉണ്ട്, ലൈക്ക് സ്റ്റേജ് ബോക്സും പേഴ്സണൽ മോണിറ്ററിങ്ങും ഉണ്ട്. എല്ലാം ചേർത്ത് എനിക്ക് കസ്റ്റംസ് അടക്കം, ഷിപ്പിംഗ് കസ്റ്റംസ് അടക്കം എല്ലാം 7,000 വന്നുള്ളൂ. സോ ഞാൻ എന്തുകൊണ്ട് എടുത്തെന്നുള്ളതിനുള്ളത് വരുന്ന വീഡിയോയിൽ പറയാം. ഇതാണ് ബോക്സ്. ഇത് UK കേബിള്, ഇതും UK ഇവിടുത്തെ പവർ സ്റ്റാൻഡിനുള്ള കേബിള്. ഇതാണ് ബെയറിഞ്ചറിൻ്റെ P2 എന്ന് പറഞ്ഞ മോണിറ്ററിങ് യൂണിറ്റ്. പിന്നെ ഇതാണ് ബെയറിഞ്ചറിൻ്റെ മൈഡസ്. ആക്ച്വലി മൈഡസ് ഇസ് ഓൺഡ് ബൈ ബെയറിഞ്ചർ ഇസ് ഓൺഡ് ബൈ മൈഡസ്. അപ്പം മൈഡസ് ആണ് എന്താ പറയുക, വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിങ് ഡിജിറ്റൽ മീൻസ് ഓഡിയോ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന കമ്പനി. പണ്ടത്തെ ലെജൻഡറി സ്റ്റുഡിയോസിലൊക്കെ നോക്കുകയാണെങ്കിൽ മൈഡസിൻ്റെ ഒക്കെ മിക്സേഴ്സ് ഉണ്ടാവും. അപ്പം എൻ്റെ ഭയങ്കര വർഷങ്ങളായിട്ടുള്ള ഡ്രീമായിരുന്നു ഒരു ഡിജിറ്റൽ മിക്സർ എടുക്കണമെന്നുള്ളത്. അപ്പം ഇത് എൻ്റെ സ്റ്റേജ് ബോക്സാണ്. ഓക്കെ, നമുക്ക് വേറൊരു സ്ഥലത്ത് കണക്ട് ചെയ്ത് ഇൻപുട്ട് ത്രൂ നെറ്റ്വർക്ക് കേബിൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മൈഡസിൻ്റെ തന്നെ 8 ചാനലിൻ്റെ ഇന്നും 8 ഔട്ടും ഉള്ള എന്താ പറയുക സ്റ്റേജ് ബോക്സാണിത്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് മിക്സർ. ബോക്സിനകത്ത് ബോക്സ് അമ്മാതിരി പാക്കിംഗ് ആണത്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട വീഡിയോസിലുള്ള ഇതാണ്. ഇത് കണ്ടോ, there is a musician in every human being.
Our purpose is to empower those who have not yet, not and cannot. Together we are music tribe. ഭയങ്കര രസമല്ലേ? ഇതാണ് സംഭവം. എന്തൊരു പാക്കിംഗ് ആണ് കണ്ടോ. Boy, oh boy. ഇതിൻ്റെ കൂടെ വരുന്ന കേബിളാണ്, പക്ഷേ ഇത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. This is Behringer wing rack by Midas. ആക്ച്വലി ഈ മോഡൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ലെസ് ദൻ വൺ ഇയറേ ഉള്ളൂ ഈ ഒരു മോഡൽ. ഇതിൻ്റെ ഒരു ലെജൻഡറി മോഡലുണ്ട്, വിങ് വേറെ ഇതിൻ്റെ മുന്നേ ഉള്ള മോഡൽ, അത് ബിഗ് ടോപ്പായിരുന്നു സംഭവം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡ് കാണിക്കാം. This is the physical ports. ഇതുണ്ടോ, 24 ഇൻപുട്ട് ഉണ്ട് വിത്ത് 8 XLR ഔട്ട്. ആൻഡ് ഇത് കോംബോ ഔട്ടാണ്. ലൈക്ക് 1, 2 ഇതായിട്ട് ലിങ്ക് ചെയ്തതാണ്, 3, 4 ഇതുമായിട്ട് ലിങ്ക് ചെയ്തതാണ്, 5, 6 ഇതായിട്ട് ലിങ്ക് ചെയ്തതാണ്, 7, 8 ഇതുമായിട്ട് ലിങ്ക് ചെയ്തത്. അതായത് XLR ഔട്ടും ഉണ്ട്, ഫോണോ ഔട്ടും ഉണ്ട്, മിഡി ഇൻ ഔട്ട് ഉണ്ട്. പ്ലസ് ഇതിൻ്റെ എന്താ പറയുക, പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇത്തർനെറ്റ് പോർട്ട്സ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് SD കാർഡ് ഇട്ട് നമുക്ക് റെക്കോർഡും ചെയ്യാം. ഈ കാർഡ് സ്പെസിഫിക്കലി നമുക്ക് മാറ്റാം. ഇപ്പം എന്താ പറയുക, എൻ്റെ ഒരു പ്രാന്തിന് ഞാൻ വേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ ലെജൻഡറി ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട്. അതായത് SSL പ്ലഗിൻസ്, കംപ്രസർ, EQ, ലൈക്ക് പൊളിയാണ്. ഓട്ടോ ട്യൂണൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് സ്റ്റുഡിയോസിലും പല ലൈവ് പെർഫോമൻസിൽ യൂസ് ചെയ്യുന്ന ഓട്ടോ ട്യൂൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേവ്സിലാണ് വരുന്നത്. അവരാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ കൂട്ട്. അപ്പം എൻ്റെ കാർഡ് മേടിച്ച് ഇതിലിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോർ ഓവർ ആ കാർഡ് നമുക്ക് ഇതിനകത്ത് ഇൻറ്റേർണലി ഇടാൻ പറ്റും. അപ്പം ഈ കാർഡ് നമുക്ക് മാറ്റണമെന്നില്ല, നമുക്ക് ഇൻറ്റേർണലി ഇതിനകത്ത് ഇടാൻ പറ്റും ആ കാർഡ്. പിന്നെ നമുക്ക് ഈ മഞ്ഞ സ്റ്റിക്കർ എന്തിനാണ് നിങ്ങൾ കാണുക, ഇതാണ് നമ്മൾ സ്റ്റേജ് ബോക്സ് കണക്ട് ചെയ്യാൻ. അതായത് ഈ സംഭവം അതായത് ഈ പോർട്ട് സ്റ്റേജ് ബോക്സുകൾ കണക്ട് ചെയ്യാനായിട്ട്. അതായത് സ്റ്റേജ് ബോക്സ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കിവിടെ 24 ഉണ്ട്, പക്ഷേ പ്ലസ് ഈ 24ൻ്റെ കൂടെ ചേർത്താണ് ഇതും വരും. ആക്ച്വലി ഈ മിക്സർ ടോട്ടലി 48 പോർട്ട് സപ്പോർട്ട് ചെയ്യും. 48 ഇൻസ് സപ്പോർട്ട് ചെയ്യും. XLRൽ നമുക്ക് 48 വരെ മിക്സ് ചെയ്യാം. 48,000 kHz ഇതിൻ്റെ ബിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ബാക്ക് പാനൽ. ഫ്രണ്ട് പാനൽ ഇങ്ങനെ വരുന്നത്. ഇത് നമുക്ക് പുള്ള് ചെയ്യാം. യെസ്, അതിങ്ങനെ പുള്ള് ചെയ്തിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വലിയൊരു ടച്ച് സ്ക്രീനാണിത്. ഇവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാം. DCI ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് പേജ് അങ്ങോട്ട് നമുക്ക് മാറ്റാം. ഈ സംഭവത്തിൽ തന്നെ 4 പേജ് ഷിഫ്റ്റ് ആവും. ഇവിടെ നമുക്ക് റോട്ടറി നോബ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഹെഡ്ഫോൺ ഔട്ടാണ്. പിന്നെ ഇത് പുള്ള് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഉണ്ടോ, ഇങ്ങനെ പുള്ള് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാനിനി പവറപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. Oh boy! So this is the mixer. Okay. See 1 to 8
9 to 16, 70 to 24, 25 to 32, 43 33 to 40. ഇതാണ് ചാനൽസ്. നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കുകയും ചെയ്യാം. പ്ലസ് ഇതിലാണ് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇവിടെ എഫക്ട്സ് ഉണ്ട്, മീറ്റർ ഉണ്ട്, റൗട്ടിംഗ് പേജ്, സെറ്റപ്പ്, ലൈബ്രറി, നമുക്ക് ഓരോ സെഷൻസ് സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. പ്ലസ് ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടോ 1 2 3 4 കാണിച്ചിരിക്കുന്നുണ്ടോ. ഇത് ഇപ്പോൾ 1 to 8 അല്ലേ, 1 to 4ൻ്റെ സ്ക്രീനാണിത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ മ്യൂട്ടാവും. മ്യൂട്ട് ഇത്രയും ചാനൽ മ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ വോളിയം ഇതിൻ്റെ കൂട്ടണമെങ്കിൽ ഇവിടെ ഓൾറെഡി കണ്ടോ 1 സെലക്റ്റഡ് ആണ്. ഇങ്ങനെ കൂട്ടാം, ഇങ്ങനെ കുറയ്ക്കാം. മ്യൂട്ടും ഇതാണ് മെയിൻലി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ തന്നെ ചെയ്യാം. ഈ ഒരു ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ, ഇപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹോം അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒരു മീറ്ററിംഗ് ആണിത്. അപ്പോൾ നമുക്കിവിടെ 48 ഇൻപുട്ട് ആണെങ്കിൽ 48 ഇൻപുട്ട് ഓൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ട്രിമ്മാണ്, ലെഫ്റ്റ് റൈറ്റ്, ഇത് ലോ ഹൈ ഫിൽറ്ററിങ്, പിന്നെ ഇതിൽ തന്നെ ഗേറ്റ്, കംപ്രസറും സംഭവങ്ങളിടാം. പിന്നെ ഇത് EQ ആണ്. ഇത് നമുക്ക് പാൻ ചെയ്യാം. അതുകൊണ്ടോ ഇങ്ങനെയും പാൻ ചെയ്യാം. പ്ലസ് കണ്ടോ ഇങ്ങനെ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ റൗട്ട് പേജിലാണ്. അതായത് ഇതിപ്പം സിമ്പിളായിട്ട് എങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കാണുന്ന വെച്ചാൽ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ 24 പോർട്ടില്ലേ XLR, അതാണ് ഇവിടെ. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ ഹോം പേജില്ലേ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യും എവിടെ ടാപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇത് 1, ഇപ്പോൾ നമ്മളിത് ഓട്ടോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ 1 ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ 2 ഉണ്ടോ സെലക്ട് ആകുന്നുണ്ട്, 3 4 5 6 അങ്ങനെ ഓരോന്ന് അസൈനായി വരും. ഇത് ഓൾറെഡി ഇപ്പോൾ അസൈൻഡ് ആയിരിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കും. സോ ഇതിങ്ങനെ അസൈൻ ചെയ്തൊക്കെ വരും. സോ ഇതിനകത്ത് കുറേ സെലക്ട് ചെയ്യാൻ കണ്ടോ. ഇപ്പം ഇത് ലോക്കൽ ഇൻപുട്ടാണ്. അപ്പോൾ ഈ സ്റ്റേജ് ബോക്സ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ AES50A ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 8 ഇന്നും നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് അൺലോക്ക്ഡ് ആണ് ഈ പേജ്. ഇത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സെലക്റ്റായി. ബട്ട് നമുക്കത് മാറ്റാം. ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടോ ഈ A1 ഇവിടെ A1 ആയി. നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദാറ്റ് A1. ഓക്കെ. റൗട്ട് ഇതുണ്ടോ A1, ഹിയർ ഇറ്റ് ഇസ് A1. നമ്മളടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടോ 1 സെക്കൻഡ് അൺലോക്ക് ഇതുണ്ടോ 2 3 4. ഇത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അൺലോക്ക് ഈ +1 ഇട്ടിരിക്കുന്നുണ്ട്. ഇത് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ ആവത്തില്ല. കണ്ടോ ഇപ്പോൾ നമ്പർ മാറുന്നുണ്ടോ. നമുക്ക് എന്തും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതാ പറഞ്ഞ മറ്റേ SD കാർഡിലോട്ട് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാർഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇനി ഞാനിപ്പം കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഞാൻ കൺസോൾ ഒന്ന് ഇനിഷ്യലൈസ് ചെയ്തു. സോ ദ റൗട്ട് പേജ് വിൽ ബി ബാക്ക് ടു സെറ്റപ്പ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അവിടെ പോയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ആസ് പെർ ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ സെറ്റിംഗ് അനുസരിച്ച് സ്റ്റേജ് ബോക്സ് എന്തായാലും വേണം, എന്നാലേ ഇത് യൂസ് ആവത്തുള്ളൂ. ലെറ്റ്സ് സീ അടുത്ത സെറ്റപ്പിൽ.